ശ്രീ കെ അനിൽകുമാർ, സി എയെക്കുറിച്ച് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഒന്നും പറയുന്നില്ല എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. വി ഡി സതീശൻ്റെ മറുപടി പേജ് 8 നോക്കൂ എന്നാണ്. എന്താണ് പേജ് 8 എന്ന് ഇതിനകം ചർച്ചയായിട്ടുണ്ടല്ലോ, എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 നിയമപരമായ നമ്മുടെ ഭരണഘടനയുടെ തുല്യതയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ. ഇക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഫോർ എവരി സിറ്റിസൺ വിത്തിൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രാതിർത്തിക്കകത്ത് ഓരോ ഇന്ത്യൻ പൗരനും തുല്യത, അത് നിയമത്തിന്റെ മുന്നിൽ തുല്യത, തുല്യമായ നിയമാവകാശങ്ങൾ എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലികമായ തുല്യതയെ സംബന്ധിച്ച ഭരണഘടനയുടെ 14 അനുച്ഛേദം. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിലൊന്നായ 14 അനുച്ഛേദത്തെ കുറിച്ച് മിണ്ടുന്നില്ല. 14 അനുച്ഛേദത്തിനെതിരായ കടന്നുകയറ്റമാണ് യഥാർത്ഥത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. പൗരത്വത്തിന് മതം ഒരു ഘടകമായി പരിഗണിക്കുമ്പോൾ തുല്യതയ്ക്കുള്ള എല്ലാ മതവിശ്വാസിക്കും വിശ്വാസമില്ലാത്തവർക്കുമുള്ള തുല്യതയുടെ അവകാശാധികാരങ്ങളുടെ മേലെയാണ്, നിയമത്തിന് മുന്നിലെ തുല്യാവകാശങ്ങളെയാണ് അത് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് 14 എന്ന വകുപ്പ് ഒഴിവാക്കപ്പെട്ടത്? 15-ാം വകുപ്പ് അതിലുണ്ടല്ലോ. അപ്പോൾ അതിലുള്ള പല വകുപ്പുകളെ കുറിച്ചും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇന്ന വകുപ്പുകൾ ഉണ്ടല്ലോ എന്ന് ഊറ്റം കൊള്ളുമ്പോൾ 14-ാം വകുപ്പിന്റെ ഒഴിവാക്കൽ ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ലെന്ന് മാത്രമല്ല ബോധപൂർവമാണ്. ഇക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന 14-ാം വകുപ്പിനാണ് പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധം, അതിന്റെ ലംഘനമാണ്. അതല്ലേ സുപ്രീം കോടതിയിലെ കേസ്. സി എയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് എന്താണ്? കോൺഗ്രസ്സുകാർക്ക് അറിയില്ലേ? മുസ്ലിം ലീഗ് കൊടുത്ത കേസ് എന്താണ്? നമ്മൾ ലീഗിന്റെ പ്രതിയോട് ചോദിച്ചത്, നിങ്ങൾ 14-ാം വകുപ്പിന്റെ ലംഘനമാണെന്നാണോ സുപ്രീം കോടതി പറഞ്ഞത്? ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും ഒക്കെ കൂടി വക്കീലും ഒന്നിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന പടം ചില പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പൊ പൗരത്വ ഭേദഗതി നിയമത്തിനകത്ത് യുദ്ധം ചെയ്യാൻ പോയത് അവരാണ് എന്ന് വരുത്താനാണ് ശ്രമം. പക്ഷേ ഒരു പാർട്ടി എന്ന നിലയ്ക്കല്ല, ഇന്ത്യ രാജ്യത്തെ ഒരു ഗവൺമെന്റ്, അത് കേരള സർക്കാർ പൗരത്വ ഭേദഗതി നിയമത്തിനകത്ത് മതം ഒരു ഘടകമാക്കിയപ്പോൾ അതിനെ ചോദ്യം ചെയ്തു. അത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ മൗലികാവകാശ ലംഘനമാണെന്ന് ഒരു ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ഫെഡറൽ ഗവൺമെന്റ് കോടതിയിൽ ഹർജി കൊടുത്തു. അങ്ങനെ ഹർജി കൊടുക്കുക മാത്രമല്ല, അപ്പോൾ ഗവർണർ പറഞ്ഞു ഞാനിത് അറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ അറിയാത്തത് കൊണ്ട് ഇങ്ങനെ കേസ് കൊടുത്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് ഗവർണറെ അറിയിക്കേണ്ട കാര്യമല്ല, ഇത് റെസിഡന്റ് പറഞ്ഞൊന്നും അല്ലല്ലോ. അങ്ങനെ ഗവർണറും കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി നേരിട്ട് രാഷ്ട്രീയമായി ഏറ്റുമുട്ടിയ കേസാണ് പൗരത്വ ഭേദഗതി നിയമം. അതിന്റെ നിയമത്തിന്റെ അന്തസ്സതയ്ക്കെതിരായ കേരളത്തിന്റെ പോരാട്ടം. ഇന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വന്നു എന്നതുകൊണ്ട് മാത്രം പൗരത്വ ഭേദഗതി നിയമത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയോ CPM LDF പറയുന്ന വാദങ്ങളല്ല ഇത്. ഫ്രം ഡേ 1. അപ്പോൾ ലീഗ് ഉത്തരം പറയേണ്ടത്, നിങ്ങൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു, അതിൽ ആർട്ടിക്കിൾ 14 ഉണ്ട്. ആ ആർട്ടിക്കിൾ 14 ലംഘനമാണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് ലീഗ് പറയുന്നു. പക്ഷെ കോൺഗ്രസ് പ്രകടന പത്രികയിൽ ആർട്ടിക്കിൾ 14 ഒഴിവാക്കിയിരിക്കുന്നു. എന്തിനാണ് ഒഴിവാക്കിയിരിക്കുന്നത്? വളരെ വ്യക്തമാണ്. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങളുടെ വോട്ട് പോകുമോ എന്നുള്ളതാണ് ചോദ്യം. കോൺഗ്രസ് കൊടി താഴ്ത്തിയതുപോലെ, മുസ്ലിം ലീഗിന്റെ കൊടി താഴ്ത്തി പിടിക്കാൻ വേണ്ടി കോൺഗ്രസ് കൊടി താഴ്ത്തിയതുപോലെ സ്വന്തം നിലപാടിനെ പൂഴ്ത്തി വെക്കുകയാണ്. പക്ഷെ ഒട്ടകപ്പക്ഷി അതിന്റെ തല പൂഴ്ത്തി വെച്ചാലും ആ ഒട്ടകപ്പക്ഷിയുടെ ശരീരം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കാണുന്നു പറഞ്ഞ പോലെ CAA നിയമത്തിന്റെ അതിനെതിരായ BJPക്കെതിരായ പോരാട്ടത്തെ വഞ്ചിച്ച കോൺഗ്രസിന്റെ ആ ദുർമേധസ്സുകൾ മുഴുവനാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വാക്കുകൂടെ ഞാൻ പറയാം. ഈ വിഷയത്തിനകത്ത് കേരള രാഷ്ട്രീയവുമായി ബന്ധമെന്ത്? കേരളത്തിലെ മാധ്യമങ്ങൾ CAA വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തുന്ന പ്രതികരണങ്ങൾ അവർ തത്സമയ സംപ്രേഷണം അവസാനിപ്പിച്ചു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഒരു കാർട്ടൂൺ ഞാൻ കണ്ടു, മാതൃഭൂമി പത്രത്തിലാണ്. പത്രത്തിൽ കണ്ടത്, CAA കുറിച്ച് സംസാരിക്കാത്ത രാഹുൽ ഗാന്ധിയെ നേരെ പിണറായി വിജയൻ കടന്നാക്രമിക്കുന്നു, അടിക്കുന്നു. CAA പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അടിക്കുന്നു. നിങ്ങളൊരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി ഒരു വിമർശനം വന്നാൽ കായികമായ മർദ്ദനമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഞങ്ങളുടെ പൊന്നോമനയെ മുഖ്യമന്ത്രിയെ അടിക്കുന്നു എന്ന തരത്തിൽ കാർട്ടൂൺ ചിത്രീകരിക്കുന്ന മാധ്യമങ്ങൾ എത്രത്തോളം ഭയപ്പെടുന്നു
കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയെ, ഇടതുപക്ഷത്തിന്റെ നിലപാടുകളുടെ ഗതിമയെ ഇത് കേരള രാഷ്ട്രീയം തുറന്നു കാണുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇന്ത്യയില്ല. ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യ എന്ന് പറയുന്നത് ഉപ്പില്ലാത്ത, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പില്ലാത്ത അവസ്ഥ എന്താ? ഉറകെട്ട് പോയാൽ, ഉപ്പിന് ഉറകെട്ട് പോയാൽ അവസ്ഥ എന്താകും? ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഉറകെട്ട് പോകും ഇടതുപക്ഷമില്ലെങ്കിൽ. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ ഈ ഇടം, കേരളത്തിന്റെ ഇടം, അത് ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയത്തെ പ്രത്യയശാസ്ത്രഭരിതമാക്കാൻ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ CAA വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയും ഇടതുപക്ഷത്തിന്റെ നിലപാടും നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത്.